നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ ഉണ്ട് കേട്ടോ, കുറച്ച് ക്യാരറ്റും പൊട്ടറ്റയും കൂടെ അതും കൂടെ നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ ഈ ഇറച്ചിക്കൂട്ടിലേക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലാണ് വേവിക്കുന്നത്. ലേശം ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ പൊടിച്ച പകുതി ഉണ്ടല്ലോ ആ പൊടി ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവോള ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആ ഒരു പച്ചയുണ്ടല്ലോ അതൊന്ന് വിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഈ ടൈം നമ്മുടെ ചിക്കൻ്റെ കൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് തേങ്ങയുടെ 2-ാം പാലാണ്. 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സവോളയിൽ കിടന്ന് നന്നായിട്ട് ചിക്കൻ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് തേങ്ങാപ്പാലിൽ ഒന്ന് ചാലിച്ചൊന്ന് കുറുക്കി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് സ്റ്റൂ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ അളവ് എത്രയുണ്ടോ അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങയുടെ തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ താളിച്ചൊഴിക്കുന്നവർക്ക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ താളിച്ചൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രെഡ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഏതിനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ. ബൈ, ടാറ്റാ.